പണമുള്ള കുടിയേറ്റക്കാരന് ഉടൻ പൗരത്വം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഗോൾഡ് കാർഡ് നയത്തെ ഇങ്ങനെ ചുരുക്കി പറയാം. കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ പൗരത്വം നൽകാനുള്ള നടപടിക്രമങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്ന ഗോൾഡ് കാർഡ് നയം. ഇനി മുതൽ അമേരിക്കൻ പൗരത്വം നേടുന്നതിനായി ഗോൾഡ് കാർഡ് എന്ന സംവിധാനം കൂടി ഉണ്ടാകുമെന്നും ഇതിലൂടെ അമേരിക്കൻ പൗരത്വം നേടുന്നത് എളുപ്പമാകുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പണം നൽകി പൗരത്വം നേടുന്ന ഒരു സംവിധാനമാണ് ഗോൾഡ് കാർഡ്. നിലവിൽ US-ലുള്ള ഗ്രീൻ കാർഡ് സിസ്റ്റം അപര്യാപ്തമാണെന്നും അത് പോരാ എന്നും അഭിപ്രായപ്പെട്ടതിന് ശേഷമാണ് ട്രംപ് ഗോൾഡ് കാർഡ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. $5 മില്യൺ, അതായത് ഏകദേശം 43 കോടി രൂപ സർക്കാരിന് നൽകാനുണ്ടെങ്കിൽ ഈ പുതിയ നയപ്രകാരം നിങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കും. ഗ്രീൻ കാർഡിൽ ലഭിക്കുന്ന എല്ലാ പ്രിവിലേജുകളും വെച്ചുകൊണ്ട് തന്നെ ഉടൻ അമേരിക്കൻ പൗരത്വം ലഭിക്കുമെന്നതാണ് ഗോൾഡ് കാർഡിന്റെ പ്രത്യേകത. സമ്പന്നരായ ആളുകളെ US-ലേക്ക് ആകർഷിക്കുക എന്നതാണ് ഗോൾഡ് കാർഡ് കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഇവർ രാജ്യത്ത് വൻ നിക്ഷേപം നടത്തുകയും ഇതുവഴി രാജ്യത്തിനും ജനങ്ങൾക്കും പുരോഗതി ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഗോൾഡ് കാർഡ് പുറത്തിറക്കുമെന്നാണ് ട്രംപ് ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ US പൗരത്വം നേടാൻ കുടിയേറ്റക്കാർക്ക് മുൻപിലുള്ള ഏക വഴി ഗ്രീൻ കാർഡാണ്. 1992-ലാണ് EB-5 എന്ന ഈ പ്രോഗ്രാം US കൊണ്ടുവന്നത്. ഈ പ്രോഗ്രാമിന് കീഴിലാണ് ഗ്രീൻ കാർഡ് വരുന്നത്. വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കുകയും അതുവഴി കൂടുതൽ തൊഴിലുണ്ടാക്കുകയുമായിരുന്നു ഗ്രീൻ കാർഡിന്റെ ലക്ഷ്യം. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഗോൾഡ് കാർഡ് ഗ്രീൻ കാർഡിനെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് അമേരിക്ക തിരികെ അയക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണിപ്പോൾ പണം ഉപയോഗിച്ച് പൗരത്വം സ്വന്തമാക്കാൻ കഴിയുന്ന ഗോൾഡ് കാർഡ് എന്ന സംവിധാനം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.